മക്കളെ ടെക്സ്റ്റ് വായിച്ചു നോക്കിയോ എല്ലാവരും? ടെക്സ്റ്റ് വായിച്ചില്ലേ? യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നു? മാപ്പിംഗ് തരത്തിൽ പറഞ്ഞത് 4 types of maps and 4 directions അല്ലേ? Then political map, physical map and climate map and vegetation map are the 4 types of maps. Then 4 directions are north, south, east and west അല്ലേ? Yes. പിന്നെ നമ്മൾ പറഞ്ഞത് മാപ്സിന്റെ മാപ്പ് സ്കെയിൽ ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഒരുപാട് ദൂരം യാത്ര ചെയ്യണം, പക്ഷെ മാപ്പിൽ അത് കാണുമ്പോൾ ചെറുത് മാത്രമേ ഉള്ളൂ അല്ലെ? ചെറിയൊരു സ്പേസ് അല്ലേ ഉള്ളൂ. അതിനാണ് മിസ് പറഞ്ഞത് എന്ത് ചെയ്യാ, നിങ്ങൾ ഒരു ചെറിയ കഷ്ണം നൂലെടുക്കുക. ആ നൂലെടുത്തതിന് ശേഷം ഡൽഹി, ഇവിടെയാണ് ഡൽഹി, ഡൽഹിയിൽ നിന്ന് ബംഗളൂരിലേക്ക് ആ നൂല് പിടിച്ചു നോക്കുക. അപ്പൊ ചെറിയൊരു ഇത്രയും നീളത്തിലല്ലേ വരുന്നുള്ളൂ അല്ലേ? ഇത്രയും നീളത്തിലല്ലേ ഒരു കഷ്ണം ചരട് കൊണ്ട് നമുക്ക് അത് അളക്കാൻ പറ്റിയില്ലേ? പറ്റിയോ? ഗ്രേസ് ചെയ്തു നോക്കിയത്? അതായത് ഒരു ചെറിയ നീളത്തിലെ ഒരു കഷ്ണം പിന്നെ ത്രെഡ് എടുത്തു, നിങ്ങൾ ഡൽഹിയിൽ വെച്ചു. ഡൽഹിയിൽ വെച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് അളന്ന് നോക്കുമ്പോൾ ചെറിയൊരു ത്രെഡ് മതി അല്ലേ? പക്ഷെ ആക്ച്വലി എന്താണ്, ഒരുപാട് ദൂരം ഉണ്ട് അത് ഇല്ലേ? ഇല്ലേ? ആക്ച്വലി ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്താൻ ഒരുപാട് ദൂരം വേണം. പറഞ്ഞോ എഡ്വിൻ. ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അളക്കാൻ, അങ്ങനെയാകുമ്പോ ശരിക്കിനുള്ള കിട്ടൂല, കിട്ടൂല. ശരിക്കുള്ള അളവ് കിട്ടൂല. ശരിക്കുള്ള അളവ് കിട്ടണമെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ നോക്കണം. മനസ്സിലായില്ലേ? ഇത് പറയുന്നത് നമുക്ക് ഇത്രയും മിസ് ചെയ്യാൻ പറഞ്ഞ എന്തിനാന്നറിയോ? നമുക്ക് മാപ്പില് അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ വളരെയധികം ദൂരം ഉണ്ട് ഇല്ലേ? ഇല്ലേ? കണ്ണൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ട്. പക്ഷെ മാപ്പിൽ കണ്ണൂരും കേരളവും തമ്മിൽ എന്താണ്, ചെറിയൊരു ഡിഫറൻസ് കാണാനുള്ളൂ അല്ലെ? ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഡൽഹിയിലേക്ക് ഒരു ചരട് വെച്ച് അളക്കുകയാണെങ്കിൽ ഇത്രയും നീളത്തിലുള്ള ഗ്യാപ്പ് അല്ലേ ഉള്ളൂ? ആക്ച്വലി അത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അല്ല, ആക്ച്വലി ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് മാപ്പിൽ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലെ? വലിയൊരു കൺട്രിയുടെ ദൂരം അല്ലെങ്കിൽ വലിയൊരു ദൂരം ചെറിയൊരു ഡിഫറൻസിലാണ്, ചെറിയൊരു അളവിൽ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് മാപ്പ്. അത് പറയാൻ വേണ്ടി, അതായത് വലിയൊരു ദൂരം ചെറിയൊരു ചെറുതായി കാണിക്കുന്നതാണ് മാപ്പ് എന്ന് പറയാൻ വേണ്ടിയാ മിസ് നൂല് വെച്ച് അളക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? ആക്ച്വൽ ദൂരം കിട്ടാൻ വേണ്ടിയല്ല. ഹന്ന പറഞ്ഞോ. ഈ മാപ്പില് ചെയ്യുമ്പോ 6.5 കിട്ടും. 6.5, അത് തന്നെ. മാപ്പിൽ ചെയ്യുമ്പോൾ 6.5 സെന്റിമീറ്റർ അല്ലെ? അത്രേ കിട്ടുള്ളൂ. പക്ഷെ ആക്ച്വലി 6.5 സെന്റിമീറ്റർ ഉള്ളോ ഡൽഹി ടു ബാംഗ്ലൂര്? അല്ല, വളരെയധികം ദൂരമുണ്ട്. എത്രയോ കിലോമീറ്റർ കണക്കിനുണ്ട്. അപ്പം ആ കിലോമീറ്റർ അത്രയും ദൂരം നമ്മുടെ മാപ്പിൽ കാണിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? യെസ്. കണ്ടു മോനെ, കണ്ടു. അപ്പൊ അത് മിസ് പറഞ്ഞത് വലിയൊരു മാപ്പിൽ എന്താ നമ്മുടെ ഡൽഹിനെ എല്ലാം ചെറിയൊരു ഇതിലാണ് കാണിച്ചിരിക്കുന്നത്. ചെറിയൊരു മാപ്പിലാണ് ഒരുപാട് സ്റ്റേറ്റ്സ് കാണിച്ചിട്ടുള്ളത് അല്ലെ? ബംഗളൂരും നമ്മുടെ ഡൽഹിയും തമ്മിൽ ചെറിയൊരു നൂലിന്റെ വലിപ്പം വ്യത്യാസമല്ലേ ഉള്ളൂ അവിടെ. ആക്ച്വലി ഡൽഹി ടു ബാംഗ്ലൂര് ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പൊ അത് അത്രയും ചെറിയൊരു ഇത് മാത്രമാണ് മാപ്പിൽ കാണിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് മിസ് നമ്മളോട് എന്ത് പറഞ്ഞത്, ചരട് ഉപയോഗിച്ച് നിങ്ങൾ അളന്നു നോക്കാന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി സംശയമില്ലല്ലോ? ഹന്ന ഓക്കെ? ഹന്ന ഓക്കെ. നമ്മള് ലീനിയർ സ്കെയിൽ കണ്ടോ നിങ്ങള്? ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു പേജ് കണ്ടോ? അതൊന്ന് എടുത്താട്ടെ. നമ്മുടെ ഈ പേജ് മാപ്പ് സ്കെയിലിന്റെ നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് എടുത്താട്ടെ. ഇവിടെ ഈ പേജ് നമ്പർ 204 ഫസ്റ്റ് പാരഗ്രാഫ്. There is another way of showing the scale. കണ്ടോ? There is another way of showing scale. Just like your ruler, it can be shown as a straight line. Marked with actual units of length, this distance between two places can be measured with help of a thread or a strip of paper. To know the actual distance, the thread or paper can be placed against the scale line. This is known as linear scale. അതായത് നമ്മള് ഒരു നിങ്ങളുടെ റൂളർ പെൻസിൽ എടുക്കുക,
ആ പെൻസിൽ നീളത്തിൽ വെച്ചതിന് ശേഷം അതിന് ഇപ്പുറം ഒരു കഷ്ണം പേപ്പർ വെച്ചാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ? നിങ്ങൾ പെൻസിൽ വെച്ചു, പെൻസിൽ വെച്ചതിന് ഇപ്പുറം ഒരു പേപ്പർ വെച്ചു, നമ്മൾ ആ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലെ? പക്ഷെ അവിടെ ഒരു കൺട്രി ഉണ്ടെങ്കിലോ അത് വലിയ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ? ഒരു കൺട്രിയാണ് ആ സ്ഥലത്തെങ്കിൽ അതൊരു വലിയ ഡിസ്റ്റൻസ് ആയിരിക്കും. പക്ഷെ മാപ്പിൽ കാണിക്കുമ്പോ എന്താണ്? ഷിസ ആൻഡ് ഷഹബാസ് ഡോണ്ട് ടോക്ക് ദ, അതായത് വലിയൊരു മാപ്പിൽ കാണിക്കുമ്പോ ഈ വലിയ ഡിസ്റ്റൻസിനെ ചെറുതായി മാത്രമേ കാണിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ വലിയ വലിയ ദൂരങ്ങള്, വലിയ വലിയ സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ ചെറുതായി മാത്രമേ നമുക്ക് മാപ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഹന്ന ആൻഡ് എഡ്വിൻ, അനുപ്രിയ, ജോസി ജോസഫ്. ജോസി കഴിഞ്ഞ ദിവസത്തെ വർക്ക് ചെയ്തു നോക്കിയോ? ഏഞ്ചൽ ചെയ്തോ? മിസ്സേ മിസ്സേ ഇത് ഈ മാപ്പ് തന്നെ വേണമെന്നുണ്ടോ? ഈ ടെക്സ്റ്റ് ബുക്കിൽ അളന്ന് നോക്കിയാലും പോരെ? ആ ടെക്സ്റ്റ് ബുക്കിലെ മാപ്പിൽ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. മക്കൾ അത് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാല് ആ അത് ഏതെങ്കിലും, അതായത് 203-ാമത്തെ പേജാന്ന് തോന്നുന്നു, അതിൽ കാണുന്നില്ലേ? അതിൽ ഏതെങ്കിലും ഒരു അതിൽ വെച്ച്, അതാ ജോസിയുടെ ഒക്കെ കയ്യിൽ ഒരു നൂല് കണ്ടോ? അതുപോലെ വെച്ചൊന്ന് അളന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അത് അളന്നിട്ട് നമുക്ക് ഇത്രയും മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. എന്ത്? ചെറിയൊരു, അതായത് ഇത്രയും വലിയ കൺട്രീസിനെ നമ്മൾ ചെറിയ അളവിലാണ്, ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് അല്ലെ? ലാർജ് കൺട്രി, ഇന്ത്യ ഇസ് എ ലാർജ് കൺട്രി, ബട്ട് we can present on the map, it is very small അല്ലെ? We can present in small in size. ചെറിയൊരു വലിപ്പത്തിൽ എത്ര അല്ലെ? അത്രയും വലിയ കൺട്രീനെ നമ്മൾ മാപ്പിൽ കാണിച്ചത് അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടൈപ്പ് മാപ്പ് എന്താന്ന് പഠിച്ചു, ഗ്ലോബ് എന്താന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് മാപ്പ് പഠിച്ചു, മാപ്പ് സ്കെയിൽ പഠിച്ചു, പിന്നെ കളേഴ്സ്, സിംബൽസ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? ഇല്ലല്ലോ മക്കളെ. അപ്പൊ fill in the blanks ചെയ്തോ? fill in the blanks എടുത്താട്ടെ. fill in the blanks. First one, maps are dash accurate than a globe. ആ റിവൈസ് പറഞ്ഞ മോനെ. റിവൈസ് അൺമ്യൂട്ട് ചെയ്ത മോനെ. റിവൈസ് മിസ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ഇടയ്ക്ക് കട്ടായി പോന്നു. പറഞ്ഞുതരാവേ. അതായത് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മുഹമ്മദ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഡൽഹിയിലേക്ക് ഒരു പിന്നെ ചരട് വെച്ച് അളന്ന് നോക്കാൻ. അതായത് ബംഗളൂരു ഡൽഹി കണ്ടോ? ഇവിടെ താഴെ ബംഗളൂരു ഉണ്ട്, ഇവിടെ ഡൽഹി ഉണ്ട്. ആ ഡൽഹിയിൽ നിന്ന് ബംഗളൂരിലേക്ക് ഒരു ചരട് വെച്ച് അളക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചരട് വെച്ച് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നീളെ കിട്ടുള്ളൂ, 6 സെന്റിമീറ്റർ, അത്ര ചെറിയൊരു അളവ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ ഉണ്ട് അല്ലെ? ഒരുപാട് കിലോമീറ്ററുകൾ ഉണ്ട്. അപ്പൊ അത്രയും വലിയൊരു കിലോമീറ്ററിനെ ചെറിയൊരു അളവിലാണ് നമ്മൾ മാപ്പിൽ കാണിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രീനെ, ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ബട്ട് വി ക്യാൻ പ്രസന്റ് ദിസ് കൺട്രി ഇൻ സ്മോൾ ഇൻ സൈസ് ഓൺ എ മാപ്പ്. ക്ലിയർ? അതായത് മാപ്പിൽ കാണിക്കുമ്പോൾ ഈ വലിയൊരു രാജ്യത്തെ നമ്മൾ ഇത്രയും സ്ഥലത്തിലല്ലേ ഇത്രയും വലിയൊരു രാജ്യത്തെ കാണിച്ചതല്ലേ? ഓക്കെ, നമ്മൾ നമ്മുടെ ഒരു എന്താ പറയാ, ഒരു കൈവെള്ളയിൽ പോലും ഇല്ല, ഇത്രയും വലിയൊരു കൺട്രീനെ ഇത്രയും ചെറിയ സ്ഥലത്താണ് നമ്മൾ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ? അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് ഇന്നലെ ചരട് വെച്ച് അളക്കാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ fill in the blanks ചെയ്തോ മോനെ. fill in the blanks തനിയെ ചെയ്താട്ടെ. fill in the blanks തനിയെ ചെയ്തേ. Maps are dash accurate than a globe. Maps are dash accurate than a globe.
ആൻസർ മുഴുവൻ കിട്ടിയവരാരാ ഉള്ളത്? ഏബൽ ബിനോയ്, ലിസൺ ഹിയർ. സായി കൃഷ്ണന് കിട്ടിയ ആൻസർ? വെയിറ്റ്. അതുലിന് കിട്ടിയോ? Please find the answers. ചെയ്തോ? ചെയ്ത് കഴിഞ്ഞ സായി കൃഷ്ണ മാത്രമേ ഉള്ളോ? അനുപ്രിയ മോള് ചെയ്തോ? അനുപ്രിയ, ജോസി കണ്ടുപിടിച്ചു. ഏബല് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ആരാ? ലക്ഷ്മിപ്രിയ കണ്ടുപിടിച്ചോ? ഗ്രേസ് കണ്ടുപിടിച്ചോ? സായി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Maps are dash accurate than a globe. Answer. Less, miss. Maps are less accurate than a globe. ആണോ? കറക്റ്റ് ആണോ? അത് ഗ്ലോബിനെക്കാട്ടിലും ആക്യുറേറ്റ് കുറവാണ് ഇതിന്. Maps are less accurate than. Maps are less accurate than a globe. L-E-S-S, less. All of you please write less. L-E-S-S. Maps are less accurate than a globe. Okay? Yes. Next one. Dash show physical features of a place like rivers, mountains, places, etc. Which map shows the physical features of Edwin is ready to say the answer. Please wait there. Edwin, please wait. Which map shows the physical features? Shisa is ready. Okay, Shisa. This is the correct answer. Political map. Political map. Political ആണോ? Physical map ആണോ? Political ആണോ? Political map shows the political boundaries, അല്ലേ? Political map shows the political boundaries between countries and states. Which map shows the physical features? Edwin is ready. Okay, Edwin, para. Edwin? Physical map. Physical map shows the physical features. And political map shows the political boundaries. Political boundaries. Yes. Physical map shows the physical features of a place like rivers, mountains, plains, etc. Second answer is physical map. Physical map. എഴുതിയോ? മുഹമ്മദ് കെ. Next one. Map showing climatic conditions are called. Which map shows the climatic conditions? Abel Binoy para. Climate map. Climate map shows the climatic conditions. Very good. Climatic map. അടുത്തത് മുഹമ്മദ് കെയോടാണ് കേട്ടോ ക്വസ്റ്റ്യൻ. മുഹമ്മദ് കെ അവിടെ കളിക്കാം. മുഹമ്മദേ, dash color indicates shallow waters while dash color means deep waters on a map. Which color indicates shallow water and which color indicates deep waters on map? ഏതൊക്കെയാ മുഹമ്മദേ, അറിയോ? പറഞ്ഞോ, ഒന്ന് മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്തേ. മുഹമ്മദേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ.
മുഹമ്മദ് റുവൈസെ ആൻസർ എന്തായിരുന്നു മുഹമ്മദ്? ഷാലോ വാട്ടറും ഡീപ്പ് വാട്ടറും കാണിക്കുന്നത്. Shallow water. Blue. Light blue. Light blue. Then, yes, correct. Next one, deep water. Dark blue. Very good. Then, light blue color indicates shallow water. Light blue, LIGHTBLUE, light blue. Next one, dark blue. Dark blue color means deep waters on a map. And the angel, മിസ് ഞാൻ കുറെ നേരം ആൻസറിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാനായിട്ട് കായ് നോക്കുന്നു. മിസ് കാണുന്നേ ഇല്ല. കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു അവസരം തരണ്ടേ ഏഞ്ചലേ? തരാട്ടോ. ഏഞ്ചൽ, okay. Next question. A key consists of dash and dash. ഏഞ്ചൽ പറഞ്ഞോ? ഏഞ്ചൽ ഇവിടെ കാണുന്നില്ല. ഏഞ്ചൽ, symbols and colors. Yes, symbols and colors. A key consists of symbols and colors. Symbols and colors. ഗ്രേസ് അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. ആ ഗ്രേസിനെ പിടിക്കാലോ നമുക്ക്. ഗ്രേസേ, ട്രൂ ഓർ ഫാൾസ്? First one, maps are as big as the places they show. True ആണോ ഫാൾസ് ആണോ? ഗ്രേസ് അജിത്, please unmute your phone. Grace, please unmute. True or false? Maps are as big as the places they show. False. False. Anna, false ആണോ true ആണോ? False. False. Then next one. Map show things in greater detail. Map show things in greater detail. ആര് പറയും? Anupriya? Yes, answer. Anupriya is not listening. Anupriya is not listening here. Map show things in greater detail. മുഹമ്മദ് റിഹാൻ. ഓക്കെ മുഹമ്മദേ പറഞ്ഞോ. മുഹമ്മദ് റിഹാൻ പറഞ്ഞോ. മാപ്പ് ഷോസ് തിങ്സ് ഇൻ ഗ്രേറ്റർ ഡീറ്റെയിൽ. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണോ? ഓക്കെ നോക്കാലോ. ട്രൂ ആണോ ഫാൾസ് ആണോ? അടുത്താരോട് ചോദിക്കും? അടുത്ത ആര് പറയും? സായി കൃഷ്ണ എന്താ പറയാ? സായി കൃഷ്ണ, അത് ട്രൂ ആണോ ഫാൾസ് ആണോ? മിസ്സേ ഞാൻ കേട്ടിട്ട് ഒന്നുകൂടി പറയുക. അതായത് മാപ്പ് ഷോ തിങ്സ് ഇൻ ഗ്രേറ്റർ. മാപ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ വലുതായി കാണിക്കുന്നു. ഡീറ്റെയിൽ ആയി കാണിക്കുന്നു. ട്രൂ. ഓക്കെ. യെസ്. ഇനി ട്രൂ ആണോ എഡ്വിൻ? ട്രൂ ആണോ? യെസ്, ട്രൂ. ഹന്ന, എന്താ ഉത്തരം കിട്ടിയോ ഹന്നക്ക്? Okay, next one. Shisa and Shahbaz, please wait there. Next chance for you. Okay. Climate map shows the areas covered by different kinds of vegetation. Climate map le different kinds of vegetation e kuricha parayana. Shisa. False. False. Shahbaz,
Next one, colors are used for different geographical features in a map. Colors are used for different geographical features in a map. Colors use ചെയ്യുന്നത് different features കാണിക്കാനാണ്. True ആണോ false ആണോ? Colors are used for different geographical features in a map. ആരാ പറയാ? ഇനി പറയാത്ത ആരാ ഉള്ളത്? ആൻസർ അനുപ്രിയ. അനുപ്രിയ ട്രൂ ആണോ ഫാൾസ് ആണോ? അനുപ്രിയ പ്ലീസ് അൺമ്യൂട്ട്. അനുപ്രിയോട് അൺമ്യൂട്ട് ചെയ്യാൻ പറയാം. അനുപ്രിയ ആരെയോ വിളിക്കാം. അനുപ്രിയ അത് ട്രൂ ആണോ ഫാൾസ് ആണോ? കളേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻ എ മാപ്പ്. ഓക്കെ, ട്രൂ ആണോ? ട്രൂ എന്ന് പറയുന്നവരൊന്ന് കൈ കാണിച്ചേ. ഇത് ട്രൂ ആണെന്ന് പറയുന്നവര്. സായി പറയുന്നുണ്ട്. വേറെ ആരാ പറയുന്നത്? ട്രൂ ആണെന്നുള്ളവരൊന്ന് തമ്പ് കാണിച്ചേ. That is true. That is true. അല്ലേ? ഇവിടെ കണ്ടോ? Maps use colors and symbols to represent different geographical features. കണ്ടില്ലേ? Yes. Then fifth one, symbols help us to understand the map. Symbols help us to understand the map. അതായത് സിംബൽസ് നമ്മളെ മാപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആണോ? അല്ലെങ്കിൽ സിംബൽസ് ഉപയോഗിച്ച് നമുക്ക് മാപ്പ് മനസ്സിലാക്കാം. ഷഹബാസെ പറഞ്ഞോ. ട്രൂ. ട്രൂ. യെസ്. ഓക്കെ, ട്രൂ ആണെന്ന് പറയുന്ന വേറെ ആരാളുള്ളത്? ട്രൂ ആണെന്നുള്ളവരെ ഒന്ന് കൈ കാണിച്ചേ. ലക്ഷ്മി പ്രിയ. ഓക്കെ. ജോസി. യെസ്. എഡ്വിൻ. വെരി ഗുഡ്. ഓക്കെ, then എന്ത് ചെയ്യണം? in the blanksഉം ട്രൂ ഓർ ഫാൾസ് നോട്ടിൽ എഴുതുക. ഓക്കെ, എഴുതില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മിസ് നോട്ടിൽ തരാട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. വൈകുന്നേരം വാട്സപ്പിൽ, അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഇന്ന് എന്ത് ചെയ്യണം? പ്ലീസ് write fill in the blanks and true or false in your notebook. Okay? Yes. നമ്മള് ഈ ചാപ്റ്റർ ഏകദേശം രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. 2 ലെസൺ കഴിഞ്ഞു. 2 ലെസണും മുഴുവൻ പഠിച്ചവരൊന്ന് കൈവൊക്കെ. എല്ലാ ക്വസ്റ്റിനും ആൻസറും 2 ലെസൺ നന്നായി പഠിച്ചവര്. സോഷ്യലിലെ 2 ലെസണും പഠിച്ചു കഴിഞ്ഞാൽ മിടിക്കാരാൻ നോക്കട്ടെ. കൈ കാണിച്ചേ മിസ്സിനെ. എഡ്വിൻ. എഡ്വിൻ പഠിച്ചു. പിന്നെ ഹന്ന പഠിച്ചു. പിന്നെ ആരാ? ഇതാ അക്മയ ഇവിടെ ഉണ്ടായി. അക്മയ ഈസ് സിറ്റിംഗ് നിയർ മീ. ഷീ ഹാവ് സ്റ്റഡീഡ് 2 lessons. ഓക്കെ. ഏഞ്ചൽ പഠിച്ചു. പിന്നെ വേറെ ഗ്രേസ് പഠിച്ചോ? 2 ലെസൺ. ഗ്രേസ് അജിത്. ഗ്രേസ് അജിത്ത് പഠിച്ചോന്ന്? ഗ്രേസേ, ഏഞ്ചൽ വെയിറ്റ് വരുന്നു. ഏഞ്ചൽ പഠിച്ചോ? മുഹമ്മദ് റിഹാൻ പഠിച്ചോ? ഏഞ്ചൽ 2 ലെസൺ പഠിച്ചു കഴിഞ്ഞോ? നമ്മുടെ ഫസ്റ്റ് ലെസണും സെക്കൻഡ് ലെസണും മുഴുവൻ പഠിച്ചോ? സോഷ്യലിന്റെ we have completed 2 lessons of social science. Yes, Grace is facing range problem there. I understood. Okay. Okay. അപ്പൊ 2 ലെസൺ നന്നായി പഠിക്കുക. യെസ്. എഡ്വിൻ പറഞ്ഞ മോനെ.
മിസ്സേ അടുത്ത സോഷ്യൽ ക്ലാസ്സിന് മിസ് ഈ രണ്ട് പാഠവും ഡിക്റ്റേഷൻ ഇടാവോ? ഇടാം. മോനെ ഡിക്റ്റേഷൻ ഇടണമെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാല് വീട്ടിൽ നിന്ന് കറക്റ്റ് ചെയ്ത് തരുവാണെങ്കിൽ ഇടാം. അല്ല മിസ് എങ്ങനെ കറക്റ്റ് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സില് ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്ന കേൾക്ക്. അതായത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഇടും. നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാനൊരു 20 മിനിറ്റ് തരും, ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ അപ്പൊ തന്നെ അത് എഴുതി കഴിയാ പാരന്റ്സിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കാം. അതിന്റെ കോപ്പി വാട്സാപ്പിൽ അപ്പൊ തന്നെ സെൻഡ് ചെയ്ത് തരുമോ? അങ്ങനെ റെഡിയുള്ള എത്ര ആൾക്കാരുണ്ട്? ഓക്കെ ഒന്നും എഴുതാൻ പാടില്ല, സത്യസന്ധമായി നമ്മൾ എഴുതണം ആൻസർ. കാരണം നമ്മുടെ അവസ്ഥ ഇപ്പോഴാണ്, എന്താണ്, കൊറോണയാണ്, നമുക്ക് എക്സാം എടുക്കാനൊക്കെ വിച്ച് ഇസ് ടു ഡിഫിക്കൽട്ട്. സോ എല്ലാവരും എന്ത് ചെയ്യാ, നന്നായി തന്നെ എഴുതുക വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് പാരന്റ്സ്. എന്നിട്ട് എഴുതിയതിനു ശേഷം അത് പാരന്റ്സിനെ കണ്ട് കറക്റ്റ് ചെയ്ത് മാർക്ക് ഇട്ടിട്ട് ആ കോപ്പി വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരുമോ? Yes. Then next class we will have an exam like that. Okay. Then all of you listen. We will have an exam on next class like this. I will give the questions for you. Then you write neatly without the help of your parents and ask to your parents, please correct it. And after the correcting, you send me through WhatsApp. Okay. Which lesson means 1 and 2. 1 and 2. 2 lessons. Okay. Angel, പറഞ്ഞോ. മിസ് സെക്കൻഡ് ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തരും. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ തന്നു മൊത്തം. എന്തായിരുന്നു ഏഞ്ചൽ? മിസ്സേ അപ്പം ഈ മാപ്പ് വേണം. മാപ്പ് ഒന്നും വേണ്ട, മാപ്പ് ഒന്നും ചോദിക്കൂല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ എക്സാം ആയിരിക്കും. എക്സാമിന് പാരന്റ്സിനോട് നേരത്തെ പറയാ, നിങ്ങളുടെ അടുത്തിരിക്കണം. ഞാൻ ക്വസ്റ്റ്യൻ തരുമ്പോ ക്വസ്റ്റ്യൻ എഴുതിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ കൊണ്ട് കറക്റ്റ് ചെയ്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം. പാരന്റ്സ് എന്തിനാ കൂടെ ഇരിക്കുന്നേ? കോപ്പി അടിക്കുന്നുണ്ടോന്ന് അറിയാനാ? അത് തന്നെ, അവര് അറിയണ്ട നിങ്ങള് നോക്കി എഴുതുന്നുണ്ട്. നോട്ട്ബുക്കെല്ലാം മാറ്റി വെച്ചിട്ട് എഴുതിയാ പോരെ മിസ്സേ? വേണ്ട, എന്നാൽ അവരടുത്തിരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ, ഒരു ദിവസമല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത പാരന്റ്സിനോട് പറയാ നെക്സ്റ്റ് ക്ലാസ്സില് നമുക്ക് സോഷ്യലിന്റെ എക്സാം ഉണ്ട്. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്ത്, ടീച്ചർ ക്വസ്റ്റ്യൻസ് തരും, 20 മിനിറ്റ് തരും, 20 അല്ലെങ്കിൽ 25 മിനിറ്റ് തരും. ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം 25 മിനിറ്റ് തരും. നിങ്ങൾ അത് എഴുതുക, ഞാൻ നോക്കും, എന്റെ മുന്നിൽ നിന്ന് തന്നെ എഴുതുക. അതിനുശേഷം അത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കില്ലേ? You are very good children. Okay, I know you are very good children. Okay, അപ്പൊ മക്കളെ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. ആരാ ഒന്ന് ഉച്ചത്തിൽ വായിക്കാം? ടെക്സ്റ്റ് വായിക്കാത്ത ഒരാളെ നമുക്ക് തപ്പിയെടുക്കണല്ലോ. ആരാ വായിക്കാം? എഡ്വിൻ വായിച്ചതാണ്, ഹന്ന വായിക്കുന്നുണ്ട്, ഇഞ്ചിൽ വായിക്കും. അവിടെ ലക്ഷ്മിപ്രിയ മിണ്ടാതിരിക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയനെ വിളിക്കാം. ലക്ഷ്മിപ്രിയ, please read the lesson loudly. Mapping the earth. A map is a drawing of a part or the all of the earth on a flat surface. Maps cannot be as accurate as a globe. They cannot show the earth exactly as it is. This is because the earth is round in shape. So it is not possible to accurately map the surface of the earth on a flat surface. Maps can show greater detail. Different kinds of maps give different kinds of information. Political maps show political boundaries between countries, states, etc. Physical maps shows physical features like rivers, mountains, plains, etc. Climate Okay, maps Shahbaz, please read. ഷഹബാസ് വായിച്ചേ. ലക്ഷ്മിപ്രിയ ഇവിടെ നിർത്തിയേ.
Maps can show greater വായിച്ചോ? Yes. Maps can show greater difficult. അവിടെയാണോ നമ്മുടെ ലക്ഷ്മിപ്രിയ നിർത്തിയത്? അതെയോ ലക്ഷ്മിപ്രിയ? അല്ല, ലക്ഷ്മിപ്രിയ അവിടെയല്ല നിർത്തിയത്, നിങ്ങൾ അവിടെ കളിക്കായിരുന്നല്ലേ? ഷിസ, പ്ലീസ് റീഡ്. ഷിസ. Maps show the climate condition of a place in a month or in a year. A map or area of different kinds of vegetation. East kinds of vegetation. Or major and distance. Look at the map of India on the next page. The top of the map is the north direction option. To it is the south. It is at the bottom of the map. To the right is the east. Yes, And please stop. Adul, you can read now. From where Shisa stopped. Adul, you can read now. Let's unmute and read. Unmute and read. Yes. അത് കണ്ടില്ലല്ലോ? ഇല്ല അല്ലേ? ക്ലാസ്സിൽ ശ്രദ്ധിക്കണം കേട്ടോ. Next one, Grace, please read. Grace Ajit, you can read now. From Shisa stopped. From where Shisa stopped. Miss. Yes. Grace, please unmute. Grace, unmute ചെയ്ത മോളെ. അടക്കി ഇവിടുത്തെ നെറ്റ് പോയായിരുന്നു. Okay. Then next one, Muhammad Rihan. Adul, listen here. I will give a chance. Please wait. Abel Binoy. Abel, please read. Please unmute. Abel, unmute and read. Yes. Yes, read. Please read, Abel Binoy. Miss. Yes, Abel പറഞ്ഞോ. നെറ്റ് ഇവിടെ ഇത് റേഞ്ച് കുറച്ച് കുറവാണ്. Okay. I'll give a chance on next class, okay? And dear students, our time is going to over. We have only 2 minutes more. അപ്പൊ എന്തായിരുന്നു മിസ് പറഞ്ഞത്? Don't forget, please do your homework. Fill in the blanks, true or false. These are write it in your own notebook. Then question answer I will give on Monday. Next day. On next day. Then next class we will have an exam. I will give the question for you. Please check your parents and send me through WhatsApp. Okay? Okay, tata, bye bye. See you. Bye bye. Okay.